സോ ഗൈസ്, അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടാൻ പോവാണ്. തേങ്ങ ചിരണ്ടത് എന്തിനാന്ന് വെച്ചാൽ അടയുണ്ടാക്കാൻ. അപ്പോൾ ഞാനാണ് തേങ്ങ ചിരണ്ടാൻ പോണേ. ഞാൻ അടയുണ്ടാക്കില്ല, വല്യമ്മ അടയുണ്ടാക്കും. കാരണം വല്യമ്മ ഉണ്ടാക്കിയാലേ നന്നായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ തേങ്ങ ചിരണ്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്യാമറ ഞാൻ ചേട്ടൻ്റെ കൊടുക്കും. കാരണം ഞാനല്ലേ തേങ്ങ ചിരണ്ടാൻ പോണേ. അപ്പോൾ എന്നാട്ട് തേങ്ങ ചിരണ്ടാൻ പോകാം. ആദ്യം തേങ്ങ എടുക്കാൻ പോകാം. കമാ തേങ്ങ ഇതേ ഉള്ളൂ. തേങ്ങ ചിരണ്ടാനൊക്കെ പറഞ്ഞ് കുറച്ചുണ്ടാക്കണുള്ളൂ. ഒരു തേങ്ങയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഒരു തേങ്ങയേ ഉള്ളൂ. ഇതാണ് ചിരണ്ടാൻ. അപ്പോൾ ഇയാൾ പോടോ ബിഗ് ബോസിലെ ഹൈജീനിക് അല്ലെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ്. ഇത് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ചിരണ്ടാൻ. ഇളകൊന്നുമില്ല, ആര് പറഞ്ഞു? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചിരണ്ടാം. നമ്മളിനി തേങ്ങ ചിരണ്ടുന്ന ഒരു ചടങ്ങിലോട്ട് കിടക്കുകയാണ്. ഈ കാല് വയ്ക്കാൻ കിട്ടുന്നു. രണ്ടും ഇപ്പോൾ പോയേനെ. അപ്പോൾ രണ്ടും ചിരവി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളൊക്കെ നമ്മൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണം. അപ്പോൾ ഇത് വേണ്ട, ഇത് സൈഡിലോട്ട് വയ്ക്കാം. മൊത്തം എടുക്കാം. തേങ്ങ ചിരണ്ടി. അപ്പോൾ ഇനി എന്താ വലിയമ്മ പറഞ്ഞു? വാഴയില കൊണ്ടുവരാൻ പറഞ്ഞു. വാഴയില കൊണ്ട് വാഴയില കൂട്ടിക്കാൻ. എങ്ങനെയല്ലേ മൂട്ടി എത്രണ്ണം വേണം വലിയമ്മ? ബാക്കി ഇനി മാവ് കുഴക്കണം. ഇല്ല, ഞാൻ കുഴപ്പമില്ല, വലിയ കുഴച്ചാൽ മതി. മാവ് കുഴക്കുന്നത് റാഗിപ്പൊടി, ഉപ്പ്, കുറച്ച് റാഗിപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ റാഗിപ്പൊടി. നമുക്ക് എത്ര അട വേണോ അത്രക്ക് പൊടി. ഓക്കെ, അപ്പോൾ തേങ്ങയിൽ കുറച്ച് ജീരകമൊക്കെ ഉണ്ട് കേട്ടോ. ജീരകവും പിന്നെ പഞ്ചസാരയും ഇത് രണ്ടല്ലേ. കുറച്ച് ജീരകവും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല മധുരം ഉണ്ടാവും. ജീരകം എന്തിനല്ലേ മേക്കുന്നത്? തേങ്ങയും മധുരം കൂടി ആകുമ്പോൾ ജീരകത്തിൻ്റെ കുറച്ച് ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം. മധുരമൊക്കെ നമ്മുടെ ഒരു ഇതിൻ്റെ അനുസരിച്ചിട്ടാൽ മതി. ചിലർ കൂടുതലിടും, ചിലർ കുറച്ചിടും. നമ്മൾ കുറച്ചിടുന്നുള്ളൂ. കാരണം മധുരം അധികം തിന്നാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മധുരം കുറച്ചിടുന്നുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ മധുരം നോക്കിയിടാം കേട്ടോ. വേകുന്നുണ്ട്. ഈ ശേല അങ്ങനെ ഒരു വാടി ഇങ്ങനെ കരിഞ്ഞു വരുമ്പോൾ വേകുന്നത് എന്നാണ് അതിൻ്റെ. അപ്പോൾ ഞാനാണ് ഇതിൻ്റെ സംഭവം എല്ലാം നോക്കി നിൽക്കണത്. പണിയുന്നത് മൊത്തം വല്യമ്മയാണ് കേട്ടോ. ഓക്കെ, ഇത് കരിഞ്ഞു പോകുമെന്നറിയില്ല. കരിഞ്ഞു വല്യമ്മ വെന്തിട്ടില്ല കേട്ടോ.
ഇല കരിയുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളിലുള്ള അട കരിഞ്ഞു പോകണമെന്ന്. പക്ഷെ അത് ഇല മാത്രം കരിയുന്നുള്ളൂ, ഉള്ളിൽ വെന്തിട്ടില്ല, വെന്തുകൊണ്ടിരിക്കുകയാണ്. മൂക്കാത്ത ഇല ആയതുകൊണ്ട് ഇല പെട്ടെന്ന് കരിഞ്ഞു പോകണം. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മൂത്ത ഇല പറിച്ച് അതിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഇല കരിയാണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആവി കുറക്കണം കാണണ്ട. നമുക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിങ്ങനെ പുറത്ത് വന്നായിരിക്കും. ചൂട് പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് വന്നേട്ടോ. ആവി വരുന്ന കാണണം, നല്ല ചൂടുണ്ടേ. ചൂട് ചൂട് ഇതുണ്ട, ഉള്ളിൽ മൊത്തം വെന്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ആവി വരുന്നുണ്ടോ? വിഷയം. അടിപൊളി. ഞാൻ ഷേക്ക് ഉണ്ടാക്കിയ പോലെ അല്ല കേട്ടോ, ഇത് വല്യമ്മ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാനെങ്ങാനും ഉണ്ടാക്കാൻ തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഷേക്ക് ഉണ്ടാക്കിയ പോലെ ആവട്ടെ. ഷേക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് അൾട്ടിമേറ്റ്. കഴിഞ്ഞിട്ടാ ഉള്ളിൽ തേങ്ങ വേണ്ട, ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും പിന്നെ ജീരകം എല്ലാം മിക്സ്ഡ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്നും. ഫോക്കസ് തനി ഫോക്കസ് ആണ്, സിനിമാറ്റിക് ആണ്. ഞാൻ കുറച്ച് ഇതെടുത്തു, വലിയ ബൈറ്റ് എടുത്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ശരി, അപ്പം ഞാൻ കഴിക്കാൻ പോവാം. അതാ.